നമസ്കാരം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു സുഹൃത്തായിട്ടാണ്. നമ്മളിൽ പലരുടെയും ഉള്ളിൽ ഒരു വലിയ സ്വപ്നമുണ്ട്. ഒരു ബിസിനസ് തുടങ്ങണം, ഒരു പുതിയ കാര്യം പഠിക്കണം, അല്ലെങ്കിൽ ജീവിതം ഒന്ന് മാറ്റിമറിക്കണം. പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാം ഒന്ന് ശരിയാകട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന്. സത്യം പറയട്ടെ, ആ ശരിയാവുന്ന സമയം ഒരിക്കലും വരില്ല. നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ ഒരു വലിയ തീയായി സങ്കല്പിക്കുക. ആ തീ കത്തണമെങ്കിൽ രണ്ട് കല്ലുകൾ തമ്മിൽ ഉരസണം. ആ ഉരസലാണ് നമ്മുടെ പ്രവൃത്തി. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തീയിനെ ഒരു പെട്ടിയിലുള്ളിലിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയും, നാളെ തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാമെന്ന്. കൂട്ടുകാരെ, ആ നാളെ എന്നത് ഒരു ചതിക്കുഴിയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് സുരക്ഷിതമായ ഒരു തുടക്കത്തിനാണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പരാജയത്തിനാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞു തരാം. രാഹുലെന്നും വിനുവെന്നും പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ. രണ്ടുപേർക്കും ഒരു വീട് പണിയണമെന്നുണ്ട്. രാഹുൽ വളരെ ബുദ്ധിമാനാണ്. അവൻ കുറേ പ്ലാനുകൾ ഉണ്ടാക്കി. ഏറ്റവും നല്ല കല്ലെവിടെ കിട്ടും, ഏറ്റവും നല്ല പെയിന്റ് ഏതാണ്, മഴ പെയ്യാത്ത ദിവസം ഏതാണ് എന്നൊക്കെ അവൻ വർഷങ്ങളോളം പ്ലാൻ ചെയ്തു. അവൻ എപ്പോഴും പറയും, എല്ലാം പെർഫെക്റ്റ് ആകട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന്. എന്നാൽ അവൻ്റെ സുഹൃത്തായ വിനു അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ കയ്യിൽ വലിയ പ്ലാനുകളൊന്നുമില്ലാതെ അവനൊരു ദിവസം കുറച്ച് കല്ലുകൾ വാങ്ങി മണ്ണിലിറക്കി വെച്ചു. വെയിലത്തും മഴയത്തും ഒക്കെ അവൻ പണി തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് പല പ്രതിസന്ധികളും അവൻ്റെ മുന്നിൽ വന്നെങ്കിലും ആൾക്കാരവനെ കളിയാക്കിയെങ്കിലും അവൻ ഒരിക്കലും നിർത്തിയില്ല. ഒടുവിൽ 5 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? വിനു ഒരു വീട്ടിൽ താമസിക്കുന്നു. രാഹുൽ ഇപ്പോഴും അവൻ്റെ പഴയ പേപ്പറിലെ പെർഫെക്റ്റ് വീടിൻ്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ പലരും ഈ കഥയിലെ രാഹുലിനെ പോലെയാണല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യും, പക്ഷേ മണ്ണിലിറങ്ങി പണിയെടുക്കാൻ നമുക്ക് മടിയാണ്. കാരണം നമ്മുടെ ദേഹത്ത് പൊടി പുരളുമോ എന്നുള്ള പേടിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പേടിക്കുന്നത്? കാരണം നമ്മൾ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ തന്നെ ലോകം മുഴുവൻ കൈയടിക്കണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ലോകത്തിൻ്റെ നിയമം അതല്ല. നിങ്ങൾ വീഴണം, മുറിവേൽക്കണം, ആളുകൾ നിങ്ങളെ നോക്കി ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ വളരൂ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചത് എങ്ങനെയാണ്? വീഴാതെ ആരെങ്കിലും സൈക്കിൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് വീഴുമ്പോൾ നിങ്ങളുടെ മുട്ടിൽ പൊടി പറ്റാറുണ്ട്, ചോര വന്നിട്ടുണ്ട്. ആ പൊടിയും ചോരയുമാണ് നിങ്ങളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചത്, അല്ലേ? ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മാത്രം എന്തിന് നിങ്ങൾ ആ പൊടിയെ പേടിക്കുന്നു? ആ പൊടിയാണ്, അല്ലെങ്കിൽ ആ പൊടിയുന്ന ചോരയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ അടയാളം. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് സെമിത്തേരികളിലല്ല, നമ്മുടെ എന്നെങ്കിലും എന്നുള്ള ഒരു ചിന്തയിലാണ്. എനിക്കൊരു നല്ല ക്യാമറ കിട്ടുമ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങും. എൻ്റെ ജോലി ഒന്ന് സെറ്റിലാകട്ടെ എന്നിട്ട് ഞാൻ യാത്ര പോകും. ഈ കാത്തിരിപ്പുണ്ടല്ലോ, അത് ഒരു സ്ലോ പോയിസൺ പോലെയാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പതുക്കെ കൊന്നുകളയും. ഓരോ ദിവസം നിങ്ങൾ വൈകുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ വ്യക്തി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ജാഗ്രത കാണിക്കുകയാണെന്നാണ്, പക്ഷേ സത്യത്തിൽ നിങ്ങൾ മടി കാണിക്കുകയാണ്. സാഹചര്യം അനുകൂലമാകാൻ കാത്തു നിൽക്കുന്നത് കാറ്റടിക്കുമ്പോൾ തിരമാലകൾ ഇല്ലാത്ത കടലിനായി കാത്തു നിൽക്കുന്നത് പോലെയാണ്. അതൊരിക്കലും നടക്കില്ല.
ആ തിരമാലകൾക്കിടയിലൂടെ തന്നെ നമ്മൾ വഞ്ചി തുഴയണം. ഇനി നിങ്ങൾ ചോദിക്കും, ഞാൻ എങ്ങനെ തുടങ്ങും? എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എൻ്റെ മറുപടി ഇതാണ്: നിങ്ങൾ കയ്യിലുള്ളത് വെച്ച് തുടങ്ങുക. നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടോ? അതിനെക്കുറിച്ച് ഇന്ന് തന്നെ ഒരാളോടെങ്കിലും സംസാരിക്കുക. നിങ്ങൾക്ക് ഒരു പുസ്തകം എഴുതണമെന്നുണ്ടോ? ഇന്ന് തന്നെ ഒരു വരിയെങ്കിലും എഴുതുക. നമ്മുടെ വലിയ പ്ലാനുകളേക്കാൾ ശക്തി ചെറിയ പ്രവർത്തികൾക്കാണ്. പൊടിപടലങ്ങൾക്കിടയിലൂടെ ഓടുക എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ ഓടിത്തുടങ്ങുമ്പോൾ കാഴ്ചകൾ മങ്ങിയേക്കാം, ശ്വാസം മുട്ടിയേക്കാം. പക്ഷേ നിങ്ങൾ ഓട്ടം നിർത്തിയാൽ ആ പൊടിയിൽ നിങ്ങൾ ഇല്ലാതെയായി പോകും. മുന്നോട്ട് തന്നെ ഓടുക, വഴി തനിയെ തെളിഞ്ഞു വരും.